ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പൊ രാവിലെ തന്നെ ഞാൻ വാതിലൊക്കെ തുറന്ന് കഴിഞ്ഞ് നേരെ അടുക്കളയിലൊക്കെ ഒരു ഓട്ടം. പെരുന്നാള് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പൊ പാല് വെള്ളത്തിലിട്ട് ചിക്കൻ വെള്ളത്തിലിട്ട് കട്ടയൊക്കെ അലിയണ്ടേ. അങ്ങനെ തലേന്ന് തന്നെ ഞാൻ മുറിച്ച് വെച്ചതാണ് ഇതൊക്കെ. പിന്നെ ചായ വെച്ച് പിന്നെ രാത്രി തന്നെ പൊരിച്ച് വെച്ച നമ്മുടെ പഴംപൊരി കേട്ടോ. പഴംപൊരി മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ കേക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പെരുന്നാളിനുള്ള ഡ്രസ്സൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും ഞാനൊരു ഗ്ലാസ് ചായ എടുത്ത് പിന്നെ പഴംപൊരി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മള് അത് ഒന്ന് എടുത്ത് അപ്പോഴേക്കും മോനെ കുളിച്ച് തലയാട്ടിക്കൊണ്ട് വന്ന് തല ചീകാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അവനെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് വന്നിരുന്ന് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഭർത്താവും വന്ന് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ പോയി. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് അല്ല ഉപ്പും പുളിയൊക്കെ പിടിക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ അടുത്ത പരിപാടിക്ക് പോയത് പായസം. പായസം കൂടി നമ്മൾ ഏകദേശം റെഡിയായി കഴിഞ്ഞ് ഇപ്പൊ നമ്മിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പാലൊക്കെ കൂട്ടി കഴിയുമ്പോഴേക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ കാശുമുന്തിരിക്ക് വറുത്ത് വെച്ച് അതൊക്കെ നമ്മൾ പായസത്തിലേക്ക് ഇട്ട് എന്നിട്ട് നമ്മളെ പായസം ഏതാണ്ട് റെഡിയായി. എന്നിട്ട് നമ്മൾ ഇതുപോലെ മൂടി വെക്കണം. ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ പായസം സെറ്റായി വന്ന് അപ്പോഴേക്കും നമ്മളെല്ലാം ഗ്ലാസ്സിലൊക്കെ കൂട്ടി വെച്ച് പള്ളിക്ക് പോയിട്ട് വന്നവർക്ക് കുടിക്കാൻ കൊടുക്കണ്ടേ. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ റെഡിയാക്കി. ആ സമയത്ത് സംഭ്രമോനെ നമ്മൾ അങ്ങ് കുളിപ്പിക്കുകയാണ്. അവനക്ക് ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവനക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോൾ അവന് ഭയങ്കര കഴിച്ചിലാണ്. എൻ്റെ തൊപ്പിയും കഴിക്കുമോന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് പള്ളിക്ക് പോയിട്ട് വന്ന് പെങ്ങളെ മോനാണ് കുഞ്ഞിനെ എടുത്തിട്ടുള്ളത്. ആ സമയത്ത് നമ്മൾ മോൾക്ക് തലയൊക്കെ ശരിയാക്കി കൊടുത്ത് പിന്നെ ഇങ്ങനെയാണ് ഇവിടെ സ്ഥലം കിട്ടിയത്. പിന്നെ പള്ളിക്ക് പോയിട്ട് വന്നിട്ട് ഇവിടെ പായസം കുടിക്കലും പിന്നെ പഴംപൊരി കഴിക്കലും അതൊക്കെയായി ഉണ്ടല്ലോ. ആ സമയത്ത് ഏട്ടനെയാണ് കുഞ്ഞിനെ എടുത്തിട്ടുള്ളത്. അപ്പൊ ഏട്ടന്റെ കൂടി നിന്നിട്ട് ഒരു സെൽഫിക്ക് എടുക്കുകയാണ് ഭർത്താവും പിന്നെ ഏട്ടന്റെ മക്കളൊക്കെ ആയിട്ട്. അവർ പോയപ്പോ ഭർത്താവ് കുഞ്ഞിനെയും മോളെയും കൊണ്ടൊക്കെ പെങ്ങളെ വീട്ടിൽ പോകാണ്. തൊട്ടടുത്ത് തന്നെയാണ് പെങ്ങളെ വീട്. ആ സമയത്ത് ഞാൻ അടുക്കളയിൽ പോയിട്ട് ഉള്ളിയൊക്കെ വഴറ്റാണ് മസാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കുഞ്ഞിനും കൊണ്ട് പോയത് കൊണ്ട് എനിക്ക് ഈ പണിയൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാണ്. പിന്നെ നമ്മൾ അരച്ച് വെച്ചതാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ ജീരകമൊക്കെ ഇട്ടിട്ട് പിന്നെ തക്കാളിക്ക് മുറിച്ച് വെച്ചത് കൊണ്ട് അതൊന്നും മുറിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ ഇത്രത്തോളം ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ മസാലയ്ക്ക് നമ്മൾ ഫ്രൈ ഒക്കെ ഇട്ട് കൊടുക്കലാണ്. അപ്പൊ നമ്മളിതാ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇങ്ങനെ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെയും ചെയ്യേണ്ടത്. ഞാനിവിടെ ഇങ്ങനെ ചെയ്തെടുത്ത് കാരണം എനിക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ മസാലക്ക് നല്ല ഫ്രൈയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ അതിൽ ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ. അപ്പോൾ ഇതും ടേസ്റ്റിന് ഒട്ടും കുറവല്ല. അപ്പൊ നമ്മള് ചിക്കൻ മസാല ഇവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഫൈനലി ചിക്കൻ മസാല ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നെയ്ച്ചോറും കൂടിയാണ് ഇതിലേക്ക് വെച്ചത് കണ്ടല്ലോ. അപ്പൊ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായിട്ട് ഏട്ടന്റെ വീട്ടിലാണ് ആദ്യം പോയത്. അങ്ങനെ ഏട്ടന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ചിക്കൻ ഫ്രൈയും ബിരിയാണിയും വെച്ച് അത് കഴിഞ്ഞിട്ട് നേരെ പെങ്ങളെ വീട്ടിലേക്കാണ്. ഞാനും സംഭ്രമോനും അതുപോലെ മോനും മോളും എല്ലാവരും ഉണ്ട്. തൊട്ടടുത്ത് തന്നെയാണ്, നടക്കേണ്ട വഴി മാത്രം. അവിടുന്ന് ഒരു ഗ്ലാസ് ജ്യൂസ് പൊടിച്ച് പിന്നെ അവിടുന്ന് കുറച്ച് ചോറ് കഴിച്ച്, പെരുന്നാളല്ലേ പിള്ളേടത്തുനിന്ന് കുറച്ച് ചോറ് കഴിക്കണ്ടേ. അപ്പൊ അവിടുന്ന് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് തൊട്ടടുത്ത അയൽപക്കത്ത് കയറി നമ്മള് അവിടുന്ന് ഇച്ചിരി ജ്യൂസ് കുടിച്ച് അത് കഴിഞ്ഞ് കുട്ടികളുടെ നല്ല വീഡിയോസും കാണും.
ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബലിപെരുന്നാൾ വീഡിയോസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. അപ്പോൾ